NSS നേതൃത്വവും രമേശ് ചെന്നിത്തലയും തമ്മിൽ മഞ്ഞുരുകുന്നു. മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം. 8 വർഷമായി NSSും ചെന്നിത്തലയും അകൽച്ചയിലായിരുന്നു. ഷിനോജ് ജസ്റ്റിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോജ്, തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണം ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖമായി ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചുവെന്ന സുകുമാരൻ നായരുടെ വാക്കുകൾ രാഷ്ട്രീയ കേരളം ഒരുപക്ഷെ മറന്നിട്ടില്ല. എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമവായത്തിലേക്കൊക്കെ എത്തിയത്? തീർച്ചയായും ആര്യ, കഴിഞ്ഞ 8 വർഷമായി NSS നേതൃത്വം, പ്രത്യേകിച്ച് NSSന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയുമായി അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. പ്രത്യേകിച്ച് താക്കോൽ പരാമർശം ആഭ്യന്തര വകുപ്പ് രഞ്ജു രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത സമയത്താണ് ഇത്തരത്തിൽ മന്ത്രിസഭയുടെ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരണമെന്ന തരത്തിലൊരു പ്രസ്താവന അന്ന് ജി സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് അന്ന് ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ പരാമർശമുണ്ടായി ദിവസങ്ങൾക്കിപ്പുറം തന്നെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് മുൻഗണന സർക്കാരിന്റെ കാലത്ത് കിട്ടുകയും ചെയ്തു. അത് വളരെ രീതിയിൽ ആ സമയത്ത് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വളരെയധികം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അത് ചെന്നിത്തലയ്ക്ക് അത് വളരെ രീതിയിൽ ഒരു വില്ലനായി മാറുന്ന പ്രസ്താവനയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് അത് ചെന്നിത്തല തന്നെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് തന്നെ ഒരു നായർ ബ്രാൻഡാക്കി ഉയർത്തിക്കൊണ്ട് അവതരിപ്പിച്ചതിൽ ചെന്നിത്തലയ്ക്ക് അത് പിന്നീട് വളരെയധികം ദോഷം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് തന്നെയാണ് ചെന്നിത്തലയും സുകുമാരൻ നായരുമായുള്ള ബന്ധത്തിൽ വളരെയധികം വിള്ളലുണ്ടാക്കിയത്. അന്ന് മുതൽ കഴിഞ്ഞ 8 വർഷക്കാലമായി NSSന്റെ ഒരു പരിപാടികളിലും, പ്രത്യേകിച്ച് മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും തന്നെ ചെന്നിത്തലയെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതിനിപ്പോൾ ഒരു മാറ്റമുണ്ടാകുന്നു. വരുന്ന ജനുവരി 2-ാം തീയതിയാണ് മന്നം ജയന്തി ആഘോഷങ്ങൾ NSSൽ പെരുന്നയിൽ നടക്കുന്നത്. ആ സമയത്ത് മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല NSS നേതൃത്വം ക്ഷണിച്ചിരിക്കുന്നത്. അന്ന് രാവിലെ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം പെരുന്നയിലുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ മഞ്ഞുരുകലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് NSS നേതൃത്വം ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. ഈ അവസാനമായി പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിൽ ഒരു നേതൃമാറ്റമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. നേതൃമാറ്റം ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ്. രമേശ് ചെന്നിത്തലയെ വീണ്ടും നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ ഒരു ഭാഗം ആവശ്യപ്പെടുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ NSSും രമേശ് ചെന്നിത്തലയുമായുള്ള മഞ്ഞുരുകൽ എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആര്യ.